Take up your bag, take up your glasses, everything. Okay. Yo, New Yorker. Yo. Stand here. One more step down, another step. ചൂചി ടണലും വാർ മ്യൂസിയമാണ് ഇന്നത്തെ കാഴ്ച. ഹോസ്റ്റിമിൻ സിറ്റിയുടെ വടക്ക് പടിഞ്ഞാറ് മാറിയുള്ള സ്ഥലമാണ്. ഹൂച്ചി എന്ന പേരുള്ള ഒരു വില്ലേജ് ഉണ്ട്. അവിടെ കുറേ മനുഷ്യരുണ്ടാക്കിയ കുറേ ടണൽസും പിന്നെ വാർ മ്യൂസിയമാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വാർ മ്യൂസിയം എന്ന് പറയുന്ന ഇതാണ് പണ്ട് വിയറ്റ്നാം വാർ നടന്നിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫ്ലൈറ്റുകൾ, അത് ആ സമയത്തുള്ള യുദ്ധവിമാനങ്ങളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 12 വർഷത്തോളം നീണ്ടു നിന്നിരുന്ന വിയറ്റ്നാം വാറിൽ US ആർമി ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും ഫ്ലൈറ്റുകളുമൊക്കെയാണ്. അതായത് കരയിലും വെള്ളത്തിലുമൊക്കെ അവർ യുദ്ധം ചെയ്തിരുന്ന US ആർമി എന്ന് എഴുതിയിട്ടുള്ള യുദ്ധ സാമഗ്രികളൊക്കെയാണ് ഇവിടെ. ഇതിനെന്താണ് ടാങ്കർ എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് പുറം ഭാഗത്തെ കാഴ്ചയാണ്. അതായത് ഇതിൻ്റെ ഇപ്പുറം കാണുന്നത് US ആർമിയുടെ ഹെലികോപ്റ്ററാണ്. അന്നത്തെ കാലത്ത് ആർമി യുദ്ധത്തിന് വരികയും ഇവിടെ വിയറ്റ്നാമിൽ ഒട്ടാകെ ഉണ്ടായിരുന്ന ഇതിലെ വിമാനങ്ങൾ ചിലത് വിയറ്റ്നാമിൽ അവർ ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും അളവും അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ബുൾഡോസറാണ് ഈ കാണുന്നത്. പണ്ടുള്ള ഈ വയലുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന, വീടുകൾ തകർക്കാനും വയലുകൾ തകർക്കാനും വേണ്ടി US ആർമി ഉപയോഗിച്ചിരുന്ന ബുൾഡോസറാണ് ഈ കാണുന്നത്. വളരെ നമ്മുടെ മനസ്സ് മരവിക്കുന്ന തരത്തിലുള്ള ഒരു വിവരണങ്ങളാണ് ഉള്ളിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അനുവദിക്കുന്നതല്ല. ഈ കെട്ടിടത്തിനുള്ളിൽ പുറം ഭാഗത്തുള്ളത് മാത്രമേ നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റുള്ളൂ. അകത്തേക്ക് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ പുറം ഭാഗത്തേക്കൊക്കെ ഇതാണുള്ളത്. പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന, അതായത് 65 മുതൽ 76 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു ഇവിടെ വിയറ്റ്നാം വാർ നടന്നിരുന്നത്. ആ സമയത്ത് കരയിലും വെള്ളത്തിലുമൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന യുദ്ധ സാമഗ്രികൾ, വെടിക്കോപ്പുകളൊക്കെയാണ് പലതരത്തിലുള്ള അന്നേ ഉണ്ടായിരുന്ന റേഞ്ചർ ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് അതിനെക്കുറിച്ചെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ആ കടലിൽ റിവറിലൊക്കെ അതിൽ വെടിവെക്കാൻ സൗകര്യമുള്ള തരത്തിലുള്ള ബോട്ടുകൾ എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ വ്യത്യസ്തമാണ്. അതിൽ കൂടുതൽ പറയുന്നത് US ആർമി അന്ന് വിയറ്റ്നാമിൽ വിതച്ചിരുന്ന വിപത്തുകൾ എന്തൊക്കെയാണ്, ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനെ എത്രത്തോളം നശിപ്പിക്കുന്നതാണെന്നുള്ളതിൻ്റെ വിവരണങ്ങളാണ് അതിലുള്ളിലുള്ളത്. അഥവാ ക്യാമറ അലൗഡ് ആണെങ്കിൽ പോലും ആ വിവരണങ്ങൾ നമുക്ക് പുറത്തൊരാളെ കാണിക്കാൻ വളരെയധികം വിഷമം തോന്നും. ആ രീതിയിലുള്ള ഒരുപാട് വിവരണങ്ങളായിരുന്നു അകത്തുണ്ടായിരുന്നത്. കാരണം അന്ന് US ആർമി ഇവിടെയുള്ള വിയറ്റ്നാമീസ് ജനങ്ങളെ തറ പറ്റിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരുപാട് കെമിക്കൽസ്, അതായത് ഒരു പറയുകയാണെങ്കിൽ ഏജൻറ്റ് ഓറഞ്ച് എന്ന പേരുള്ള ഒരു കെമിക്കൽ, ഒരു വിഷപദാർത്ഥം ഇവിടെ എല്ലാം ഹെലികോപ്റ്റർ വഴി തളിക്കുകയും അതിലൂടെ ഒരുപാട് ജനങ്ങൾ കൊല്ലപ്പെടുകയും അതിൻ്റെ 4 ജനറേഷൻ ഇപ്പോഴും അതിൻ്റെ വിപത്തുകൾ പിന്തുടരുന്നുണ്ട്. ഇപ്പോഴും ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് കണ്ണില്ലാതെ, കൈയില്ലാതെ, ഓട്ടിസം ബാധിച്ചൊക്കെ ജനിച്ചു വീഴുന്ന കുട്ടികൾ ഇവിടെ വിയറ്റ്നാമിലുണ്ടെന്നൊക്കെയുള്ള ദാരുണമായ കഥയാണ് അതിനകത്തുള്ളത്. മനസ്സിന് വല്ലാത്ത വിഷമമായതുകൊണ്ട് തന്നെ ആ വീഡിയോസൊന്നും എടുക്കുന്നുമില്ല, അത് കാണിച്ചതുമില്ല. അതിനെക്കുറിച്ച് വിവരണം തന്നെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അധികം നേരം അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം ഇതൊക്കെയാണ് അവിടെ കാണുന്നത്. അതിൽ പരിക്ക് പറ്റിയിട്ടുള്ളവരുടെയൊക്കെ ഫോട്ടോസും അതിൻ്റെ വിവരണങ്ങളൊക്കെയാണ്. പിന്നെ ആ സമയത്ത് വിയറ്റ്നാം ഇത് 2 വിഭാഗം, നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമായിട്ട് വിഭജിക്കുകയും നോർത്ത് വിയറ്റ്നാമിലെ കുറേ പട്ടാളക്കാർ, അതായത് അവിടെ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഫ്രഞ്ചുകാരോടും അതിനുശേഷം US ആർമിയോടും ചെയ്ത യുദ്ധങ്ങളെക്കുറിച്ചൊക്കെയാണ് അവിടെ കൂടുതലും വിവരണമുള്ള. അതിനുശേഷമുള്ള
ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ എങ്ങനെയാണ് US ആർമിയോടും ഫ്രഞ്ചുകാരോടൊക്കെ എതിർത്ത് നിന്നതെന്ന് അറിയാനായിട്ടുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ ഇവിടെയുള്ള കൂച്ചി ടണൽ. അവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് വരുമ്പോൾ കൊടും കാടാണിത്. ഈ ചൂച്ചി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് വിയറ്റ്നാമിലെ നോർത്ത് വിയറ്റ്നാമിൽ പെട്ടതാണ്. 1940കളിൽ വിയറ്റ് കോങ് എന്നറിയപ്പെട്ടിരുന്ന വിയറ്റ്നാമിലെ പോരാളികൾ പണി കഴിപ്പിച്ച അല്ലെങ്കിൽ ഈ മലയും ഇതൊക്കെ തുറന്നുണ്ടാക്കിയ തുരങ്കങ്ങളാണ് ഈ കൂച്ചി ടണൽസ് എന്ന് പറയുന്നത്. അതായത് 1940കളിൽ ഇവിടെ ഫ്രഞ്ച് ഭരണമായിരുന്നു. അപ്പോൾ അവർക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അവിടുത്തെ ഫ്രഞ്ച് സൈന്യം വേട്ടയാടുമ്പോൾ ആ വില്ലേജുകളിൽ ഇവർ ടണലുകൾ നിർമ്മിക്കുകയും അതിലൂടെ കമ്മ്യൂണിക്കേഷൻസ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ടണൽ വഴികളിൽ യാത്ര ചെയ്യുക. പിന്നെ ഈവൻ കിണർ വരെ ടണലിനുള്ളിലുണ്ട്. വണ്ടർ വെൽ വാട്ടർ ഉണ്ട് അവിടെ. കിണർ ആ ടണലിനുള്ളിലാണ്. പിന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ധാന്യപ്പുരകൾ, ഇങ്ങനെ പലതരത്തിൽ പല ആവശ്യങ്ങൾക്കായിട്ട് പല നീളത്തിലുണ്ടാക്കിയ ടണലുകൾ ഈ കൂച്ചി ടണൽസിലുണ്ട്. ഇത് കാടിന് നടുക്കാണ് എന്നുള്ളതാണ് രസം. കാടിന് നടുക്കായിട്ടാണ് ഈ ടണൽസ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം 1954 ജനീവ കോൺഫറൻസിന് ശേഷം വിയറ്റ്നാം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടായിരുന്നു. ദക്ഷിണ വിയറ്റ്നാമും ഉത്തര വിയറ്റ്നാം, അതായത് ദക്ഷിണ വിയറ്റ്നാമും ഉത്തര വിയറ്റ്നാമുമായിട്ട് മാറി. അപ്പോൾ ഈ ദക്ഷിണ വിയറ്റ്നാമിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ഹോച്ചിമിൻ, സൈഗോൺ ഈ ഭാഗങ്ങളൊക്കെ. ഉത്തര വിയറ്റ്നാമിൻ്റെ കീഴിലായിരുന്നു ഈ ചൂച്ചി ടണൽ നിൽക്കുന്ന ചൂച്ചി വില്ലേജ് വരുന്നത്. അപ്പോൾ വിയറ്റ് കോങ്ങുകൾ പണ്ട് അവർ പണിതിരുന്ന, അതായത് ചുമ്മാ നമ്മുടെ കൊട്ടയും കൈ കൊണ്ട് കുഴിക്കാവുന്ന ഉപകരണങ്ങളും കൊണ്ട് അവർ തുറന്ന കുറച്ച് തുരങ്കങ്ങൾ കൂടുതൽ പണിത് ആ സമയത്ത് 56 മുതൽ തുടങ്ങിയ വിയറ്റ്നാമാർ, അമേരിക്കൻ US ആർമിയായിട്ടുണ്ടായിരുന്ന വിയറ്റ്നാമാരിൽ ആ ഗറില്ല പോരാളികൾ ഒളിച്ചിരിക്കുകയും അവർക്കെതിരെ ഒളിച്ച് യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഈ ചൂച്ചി ടണൽ എന്ന് പറയുന്നത്. അതിനു മുമ്പിൽ നമ്മൾ വരുമ്പോൾ തന്നെ കുറേ US ആർമിയുടെ പഴയ വിമാനങ്ങളും അവരന്ന് ഉപയോഗിച്ചിരുന്ന വിമാനങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് US ആർമിയിൽ 76 ഇവിടെ അവർ വിയറ്റ്നാമിന് കൊടുത്തിട്ട് പോയ കുറച്ച് അന്ന് ഉപയോഗിച്ചിരുന്ന ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഒക്കെയാണ് കേട്ടോ. 76 പേരോളം ഈ യുദ്ധവിമാനത്തിൽ, അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 76 ആളുകളെ അല്ലെങ്കിൽ 2-3 യുദ്ധത്തിനുള്ള സാമഗ്രികൾ ഒക്കെ കൊണ്ടുപോകാൻ തക്ക ശേഷിയുള്ള US ആർമിയുടെ ഒരു ഹെലികോപ്റ്ററും വിമാനങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഇനി നമ്മൾ ടണലിലേക്കുള്ള എൻട്രൻസിലേക്ക് കടക്കുകയാണ്. ടണലിലേക്കുള്ള എൻട്രൻസ് നല്ലപോലെ നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ നല്ല കയറുമ്പോൾ തന്നെ നല്ല കുളിർമ തോന്നുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് കെട്ടി, സൈഡൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. നേരെ കയറുമ്പോൾ തന്നെ നമ്മളൊരു ഇതേപോലെ തുറന്നൊരു സ്ഥലത്തേക്കാണ് കയറുന്നത്. അവിടെ കുറേ വെപ്പൺസൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. സംഭവം ഇത് ഈ ചൂച്ചി ടണലിൽ ഇവിടെയുള്ള വിഘടനവാദികളെന്ന് പറയാനൊക്കത്തില്ല, വിയറ്റ്നാം കോങ്സ്, അതായത് ആ ഗറില്ല പോരാളികൾ ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ, പ്രധാനമായിട്ട് അവരുടെ തോക്ക്, അവരന്ന് ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ, അവരുടെ സാമഗ്രികൾ, പാത്രങ്ങളൊക്കെ ഇവിടെ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം വ്യക്തമായിട്ട് അടുത്ത് നിന്ന് കാണുന്ന രീതിയിൽ എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഈ പോരാട്ടങ്ങളിലൊക്കെയും, അതായത് ഫ്രഞ്ചുകാർക്കെതിരെയും US ഈ പോരാട്ടങ്ങളിലൊക്കെയും എടുത്തു പറയേണ്ടത് വിയറ്റ്നാമീസ് സ്ത്രീകളുടെ ധൈര്യത്തെക്കുറിച്ചാണ്. ഇവിടെ ഏത് പറഞ്ഞാലും ഇവിടെ ഈ കൂച്ചി വില്ലേജ്, അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കൂച്ചി വില്ലേജിലുള്ള സ്ത്രീകളാണെങ്കിൽ തന്നെയും
വിയറ്റ്നാമീസിലുള്ള ഒട്ടാകെയുള്ള സ്ത്രീകളാണെങ്കിൽ തന്നെയും ഇതിനെല്ലാം മുൻപന്തിയിലായിരുന്നു. അവരെ എതിർക്കാനും പകൽ മുഴുവൻ പണികൾ ചെയ്യുക, അതായത് പകലാണ് ആക്രമണം ഉണ്ടാകുന്നെങ്കിൽ രാത്രി പണികൾ ചെയ്ത് കൃഷിപ്പണികളും അവർക്ക് ഉപജീവന മാർഗത്തിലുള്ള കൈത്തൊഴിലുകളൊക്കെ ചെയ്ത് ഒരു കയ്യിൽ ആയുധവും മറു കയ്യിൽ അവരുടെ ജീവിതോപാധിയുമായിട്ടാണ് നിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് തോളിൽ തോക്ക് തൂക്കിക്കൊണ്ട് തന്നെ കുട്ട നെയ്യുക, മുറം നെയ്യുക, പിന്നെ വയലുകളിൽ വിത്ത് അതായത് നെല്ല് ഇതൊക്കെ നട്ട് പച്ചക്കറികളൊക്കെ നട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ അവരുടേതായ ജീവിതത്തിൽ ഒളിച്ച് താമസിക്കുന്നു. ഇതിന് ചുറ്റിനും ഇവർ അതായത് ടണലുകളിൽ ഒളിച്ചിരുന്ന് വരുന്നവരെ ഒളിച്ചിരുന്ന് അറ്റാക്ക് ചെയ്യും. കൂടാതെ ഇവിടെ ഒരുപാട് ചുറ്റിനും ട്രാപ്പുകളൊക്കെ, അതായത് കുഴിയെടുത്തിട്ട് മേളിൽ പലകയിട്ടിങ്ങനെ ആളുകൾ ചവിട്ടി വീണ് പരിക്ക് പറ്റുന്ന രീതിയിൽ ട്രാപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് അത് താണ്ടി വരുന്നവരെ ഇവർ ഉപദ്രവിക്കുകയും അകത്ത് ഇതേപോലെ അവരുടെ ജീവിതം നയിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് യാതൊരു തരത്തിലും ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയാണ് അവസാനം അവർ ഇതെല്ലാം വിട്ടിട്ട് ആ യുദ്ധം നിർത്തലാക്കി പോയത്. അങ്ങനെയാണ് വിയറ്റ്നാമിന് സ്വാതന്ത്ര്യം കിട്ടിയത്. അതുകൊണ്ട് തന്നെ വിയറ്റ്നാമിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നതും ഈ ചൂറ്റി ടണൽ തന്നെയാണ്. ഈ കാണുന്നതാണ് അന്നത്തെ വിയറ്റ്നാമിക് കോങ്ങുകളിലെ അല്ലെങ്കിൽ ഇവിടെയുള്ള അവർ പ്രതിരോധിച്ചിരിക്കുന്ന സൈനികരുടെ ഈ നാട്ടുകാരുടെയൊക്കെ ആ സൈനിക വേഷം എന്ന് പറയുന്നത് ഇതാണ്. കറുത്ത ഡ്രസ്സ്, അതിന് വലിയൊരു ബെൽറ്റ്, തണുപ്പ് ഉള്ള സമയങ്ങളിലൊക്കെ സ്കാർഫ്, തൊപ്പി. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെ യുദ്ധം ചെയ്യുകയും അവരുടെ ജോലികളെയും ചെയ്യുകയും ചെയ്ത് ഇവിടെ കഴിഞ്ഞിരുന്നു. അതായത് അവരിങ്ങനെയൊക്കെയാണ് ഇവിടെ താമസിച്ചിരുന്നതെന്നും ഈ കാട്ടിനുള്ളിൽ താമസിച്ചിരുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരുവാണ് അവരെന്തോരം സ്ട്രഗിൾ ചെയ്തിരുന്നു എന്ന്. പ്രധാനമായിട്ടും ഇവിടെയുള്ള ടണലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് വളരെ വ്യാസം കുറവാണ്. വ്യാസം എന്ന് പറഞ്ഞാൽ ടണലിലേക്കുള്ള ഇറങ്ങാനുള്ള പടികളെന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഏകദേശം ഒരു 4-4.5 അടിയോളം ഉയരവേ അതിൻ്റെ ഉള്ളിലൊക്കെ കാണുള്ളൂ. 4.5-5 അടി ഉയരവും 45 കിലോ 50 കിലോ ഒക്കെ ഭാരമുള്ളവർക്കും മാത്രമേ അതിനൂടെ പോകാനും സുഖമായിട്ട് പോകാനും വരാനും സാധിക്കും. അതതിൻ്റെ പൊള്ളുണ്ട്. വളരെ ശാരീരിക ഒതുക്കമുള്ളവർക്ക് മാത്രമേ ഇതുവഴി ഇറങ്ങാനും ഇങ്ങോട്ട് പോകാനും ഒക്കെ പറ്റൂ. Follow my instruction. One more step down, another step down, and hang on, stay there. You put the leaves on top of the cover. Put the leaves on top, yeah, to camouflage. Okay, you lift it up now above your head. You need to handle it from the bottom, lift it up. Keep your arms straight up, that's the technique, and slowly get inside. See you in New York. Bye-bye. Hang on, stay there. Don't look up. Don't look up. Okay, now look up real close. Be like picture. Bye-bye. Now you can go under. ഇങ്ങനെയാണ് ഇപ്പം ഈ നേരത്തെ കണ്ട പോലെയാണ് ആളുകൾ അതിനകത്ത് പ്രവേശിച്ചിരുന്നത്. അതിനകത്ത് ഒളിച്ചിരിക്കുന്നവർ അതിൻ്റെ ഉള്ളിലൂടെ വെളിയിലേക്ക് ദ്വാരങ്ങളുണ്ട് പലയിടത്തും. അത് അവർക്ക് മാത്രമേ ഉള്ളൂ. ആ ദ്വാരങ്ങളിലൂടെ അവർ എതിരെ വരുന്ന US ആർമിയൊക്കെ വെടിവെക്കുമായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങളോളം ഇവരുടെ യുദ്ധം തുടർന്നിട്ടുണ്ട്. ഈ പോണ വഴിക്കൊക്കെ കാണുന്നത് ഇടിഞ്ഞു പോയ തുരങ്കങ്ങളാണ്. ഇവിടെ വേറൊരു ടണലുണ്ട്. എല്ലാ ടണലിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. കയറുന്നവരുണ്ട്, സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും. ഇത്തിരി വ്യാസവും ഇതൊക്കെ ഉള്ള ടണലിലാണെങ്കിലും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ടണലിൽ കയറിയാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്തുകൂടാന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി നമുക്ക് തരും. നമുക്കപ്പോൾ അവർ വരികയും ചെയ്യും. അവരുടെ സൈസ് കണ്ടല്ലേ, ഏകദേശം ഉയരവും വണ്ണവും കുറഞ്ഞവരാണ് ഇവിടെ അധികവും വിയറ്റ്നാമീസിൽ. അതുകൊണ്ട് അവർക്ക് സുഗമമായിട്ട് പോകാനും ഉറങ്ങാനും ഒക്കെ പറ്റും. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്വാസം മുട്ടൽ, എന്തെങ്കിലും ആസ്മ അസുഖമുള്ളവർ, ഹാർട്ട് പേഷ്യൻസ് ഒന്നും അതിനകത്ത് കടക്കാതിരിക്കുന്നത് നല്ലതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് അടുത്ത ഓരോ ടണലുകളിൽ കയറുവാണ്. അപ്പോൾ ഇതിൽ ഞാനും കയറി നോക്കി. ഇത് അവർ ഈ മെഡിക്കൽ ഇതായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അതായത് ഏതെങ്കിലും മുറിവ് പറ്റിയവർക്ക്
ചികിത്സ കൊടുക്കാനായിട്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ പട്ടാളക്കാരുടെ ബാരക്ക് പോലെ ഇങ്ങനെ അത് ഇച്ചിരി വിശാലമായതുകൊണ്ട് തന്നെ അതൊരു വിധം കയറാൻ പറ്റും. എന്നാലും ഇതിന് അടുത്ത വഴിയിലേക്ക് പോകുന്നത് കുനിഞ്ഞ് ഇതായിട്ട് വേണം. കുനിഞ്ഞ് നല്ലപോലെ കുനിഞ്ഞേ പോകാനൊക്കെ ഉള്ളൂ. ചിലപ്പോൾ ചില ഇതിലൊക്കെ മുട്ടിലഴഞ്ഞ് പോകേണ്ടി വരും. അത് ഉയരക്കോളമുള്ളവർക്ക് പോകാൻ സുഗമമായിട്ട് പോകാൻ പറ്റുന്നതാണ്. നല്ല വണ്ണമൊക്കെ ഉള്ളവർക്ക് ഇതുവഴി പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കുറച്ച് നടുവ് കുനിഞ്ഞാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇറങ്ങി. കുറേ നേരം നമ്മളിങ്ങനെ ദീർഘനേരം നമുക്കിങ്ങനെ കുനിഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. ഇത് വലിയ ദൂരമില്ലാത്തതുകൊണ്ട് ഇത് കയറിയാൽ പറഞ്ഞ് ഈസി ആയിട്ട് കയറാൻ പറ്റുന്നത് മാത്രമേ കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ബാക്കി ടണലിലൊക്കെ കയറാൻ എനിക്ക് ഭയമായിരുന്നു. കാരണം വളരെ കൺജസ്റ്റഡ് ആണത്. ഇങ്ങനെയാണ് അവർ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ഇതാണ്. എന്തെങ്കിലും തരത്തിൽ മുറിവ് പറ്റുന്നവർക്ക് ചികിത്സ കൊടുക്കുന്നതാണ്. ഇതുപോലെ ഒരുപാട് ടണലുകളാണ് ഇവിടെ. അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ധാന്യങ്ങൾ സൂക്ഷിക്കുക, പിന്നെ അവരുടെ ചെരുപ്പ് നിർമ്മാണം, ഡ്രസ്സ് നിർമ്മാണം, ഇതിനെക്കുറിച്ചൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടണലുകളാണ് ഇവിടെ അധികം ഉള്ളത്. ഇതാണ് കൂച്ചി ടണലിൻ്റെ കാണാനുള്ള കാഴ്ചകൾ. ഇനി നമുക്ക് തിരിച്ചു പോവാം. തിരിച്ച് ഹോച്ചിമിൻ സിറ്റിയിലേക്ക് പോകണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.